വടിവാളും കൈത്തോക്കും തോട്ടയും വരെ മാത്രമാണ് ഇതുവരെ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കണ്ടിട്ടുള്ളത്. രണ്ടാം ഘട്ട കലാപം തുടങ്ങിയ മണിപ്പൂരിൽ ഇപ്പോൾ റോക്കറ്റുകളും ഡ്രോണുകളുമാണ് ഉപയോഗിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം പോലെ ഇരുവിഭാഗവും പരസ്പരം ഡ്രോണുകൾ അയക്കുന്നു, റോക്കറ്റുകൾ പ്രയോഗിക്കുന്നു, യന്ത്രത്തോക്കുകളുമായി വീട് വളഞ്ഞു കയറി തുരുതുരെ വെടിവെച്ചു കൊല്ലുന്നു. കശ്മീരിൽ പോലും സാധാരണക്കാർ ഇങ്ങനെ ആയുധം എടുത്തിട്ടില്ല. പട്ടാളത്തിന് നേരെ അവർ കല്ലെറിയുന്നതാണ് ഏറ്റവും വലിയ കുറ്റമായി ആരോപിച്ചു കണ്ടിട്ടുള്ളത്. സൈന്യത്തിനു പുറമെ വിദേശ പരിശീലനം ലഭിച്ച തീവ്രവാദി സംഘങ്ങൾ മാത്രം ഉപയോഗിച്ചു കണ്ടിട്ടുള്ള ആയുധങ്ങളുമായാണ് മണിപ്പൂരിൽ കുക്കികളും മേദികളും യുദ്ധം ചെയ്യുന്നത്. ഇവിടെ മങ്ങലേൽക്കുന്നത് രാജ്യത്തിന്റെ യശസ്സിനാണ്. പരാജയപ്പെടുന്നത് ഇന്ത്യയുടെ നിയമപരിപാലന സംവിധാനങ്ങളും ആഭ്യന്തര സുരക്ഷയുമാണ്. ഹമാസ് പോലും യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലി പട്ടാളത്തോടാണ്, അവിടുത്തെ ജനതയോടല്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മണിപ്പൂരിലെ റോക്കറ്റ് യുദ്ധം. 16 മാസം മുമ്പ് 2023 മെയ് 3-നാണ് കുക്കികളും മെയ്തികളുമായുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഗോത്രവർഗക്കാരായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ കുക്കികളും അതുവരെ ഗോത്രവർഗം അല്ലാതിരുന്ന ഹിന്ദു ഭൂരിപക്ഷമായ മെയ്തികളും തമ്മിൽ. മെയ്തികളെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ BJP ഭരിക്കുന്ന സംസ്ഥാനം തീരുമാനിച്ചതായിരുന്നു കാരണം. വിശാലമായ വനമേഖലയിൽ പടർന്നു താമസിക്കുന്നവരാണ് കുക്കികൾ. മധ്യത്തിൽ നഗരം പോലുള്ള കുറഞ്ഞ സ്ഥലത്താണ് മെയ്തികൾ. പ്രതിഷേധങ്ങൾ ഇരുവിഭാഗവും നടത്തുന്നതിനിടെ കുക്കി യുദ്ധശതാബ്ദി സ്മാരക കവാടം തീയിട്ട് നശിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ കുക്കികൾ നടത്തിയ യുദ്ധത്തിന്റെ സ്മാരകമാണ്. കുക്കികളുടെ വൈകാരികതയും ദേശീയ ബോധവുമെല്ലാം തുടിക്കുന്ന കെട്ടിടത്തിന് തീയിട്ടതോടെ തിരിച്ചടികൾ രക്തരൂഷിതമായി. അതോടെ ചുരാചന്ദ്രപൂരിൽ ഉണ്ടായ ആദ്യ കലാപത്തിൽ തന്നെ 80 പേർക്ക് പരിക്കേറ്റു. പിന്നെ 2 ദിവസത്തിനിടെ 100 കണക്കിന് വീടുകളും പള്ളികളും അമ്പലങ്ങളും വണ്ടികളും കത്തി. ഇരുവിഭാഗങ്ങളിൽ നിന്നും 10,000-ങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. മെയ് ആദ്യം തുടങ്ങിയ കലാപം അയഞ്ഞത് ജൂലൈ 15-ഓടെയാണ്. ജൂലൈ 20-ന് മാത്രമാണ് വിഷയത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. 240-ലേറെ ആളുകൾ കൊല്ലപ്പെടുകയും 1,00,000-ഓളം പേർക്ക് ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വരികയും ചെയ്തു. അതിലേറെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന ദൃശ്യങ്ങൾ. ആൾക്കൂട്ടം പിടികൂടി സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്നതും കൂട്ട ബലാത്സംഗം ചെയ്യുന്നതുമെല്ലാമായ ദൃശ്യങ്ങളായിരുന്നു അത്. അങ്ങനെ നടന്ന ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് പിന്നീട് മനുഷ്യാവകാശ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ MP-മാർ തന്നെ പാർലമെന്റിൽ വെളിപ്പെടുത്തി. ചില വീടുകളിൽ എങ്കിലും കൗമാരക്കാരികളായ പെൺകുട്ടികൾ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. പുരുഷന്മാരെ കാണാനില്ല. അപ്പോഴും കലാപം ശമിച്ചു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. സൈന്യത്തിലെ റൈഫിൾസ് കമാൻഡോ ബറ്റാലിയൻ മണിപ്പൂരിലെ ഹേങ്ങാങ് പോലീസ് സ്റ്റേഷനിൽ മെയ് 29-ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 28-ന് രാത്രി ആൾക്കൂട്ടമെത്തി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ച് ആയുധം എടുത്തുകൊണ്ടുപോയി എന്നായിരുന്നു പരാതി. ഒന്നും രണ്ടുമല്ല, 3000 തോക്കുകളാണ് കൊണ്ടുപോയത്. രാജ്യത്തെ കമാൻഡോ സംഘം പോലും ആൾക്കൂട്ടത്തിനു മുന്നിൽ ഇത്ര ദുർബലരാണോ എന്ന് തോന്നിപ്പോകും ആ പരാതി കണ്ടാൽ. ഒരു വിഭാഗത്തിന്റെ ഇടയിൽ ആയുധമെത്തിക്കാൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണെന്ന് അന്നു തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാനത്തെ ഒരേയൊരു വനിതാ മന്ത്രിയായ നെംച കിപ്ഗെനിന്റെ വസതിക്ക് തീയിട്ടു. ഇതിനപ്പുറം സുരക്ഷാ വീഴ്ചകൾ കശ്മീരിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് ഓർക്കണം. സർക്കാരിന് പ്രവർത്തിക്കാൻ അല്പസമയം കൂടി നൽകുന്നുവെന്നും ഇല്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പോലും നിർദ്ദേശം നൽകേണ്ടി വന്നു. കലാപം ശമിച്ചു എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയെ അറിയിച്ചത്. പക്ഷേ അത് അങ്ങനെ അല്ല എന്ന റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ചുരാചന്ദ്പൂരിൽ സർക്കാർ ഓഫീസ് ആക്രമിച്ച് ആൾക്കൂട്ടം വാഹനങ്ങൾക്ക് തീയിട്ടതും കെട്ടിടം നശിപ്പിച്ചതും ഈ ഫെബ്രുവരിയിലാണ്. SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ സാക്ഷിയാക്കിയായിരുന്നു ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ബിഷ്ണുപൂരിൽ ആക്രമിക്കപ്പെട്ടത്
മറുവിഭാഗമല്ല, CRPF ആയിരുന്നു. 2 സേനാ അംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആയുധങ്ങളുമായി സർവസജ്ജരായ ജനത തന്നെയാണ് മണിപ്പൂരിൽ ജീവിക്കുന്നത് എന്ന് കാണിക്കുകയാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട 2ാം ഘട്ട കലാപം. ഇംഫാലിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ജിരിബാമിലാണ് ഇപ്പോഴത്തെ സംഘർഷം. വീട്ടിൽ ഉറങ്ങിക്കിടന്നയാളെ ആയുധധാരികൾ ആദ്യം വെടിവെച്ചു കൊല്ലുന്നു. പിന്നാലെ മറുവിഭാഗം നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുന്നു. ഇപ്പോഴത്തെ കലാപത്തിൽ തീവ്ര മെയ്തേ സംഘടനയായ ആരംഭായ് തെങ്കോൽ, നിരോധിക്കപ്പെട്ട UNLF എന്നിവർ മുൻപന്തിയിലുണ്ട്. പോലീസും കുക്കി വിഭാഗവുമായി യന്ത്രത്തോക്കുമായി മണിക്കൂറുകളോളം വെടിവെക്കുകയാണ്. പ്രധാനമായും നടക്കുന്നത് സൈനിക പോലീസ് ക്യാമ്പുകൾ ആക്രമിക്കുന്നതാണ്. അത് ആയുധം ശേഖരിക്കാനുള്ള ആൾക്കൂട്ട ശ്രമമാണ്. വലിയ തോതിൽ ഇരുവിഭാഗവും AK-47 ഉൾപ്പെടെ സംഭരിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റുമുട്ടലുകൾ കാണിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ആൾക്കൂട്ടം ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി തന്നെ ഉത്തരം പറയേണ്ടതുണ്ട്. ഇത്ര സായുധമായ ഒരു കലാപം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.